ഏകദേശം ഒരാഴ്ച മുന്നേ വെള്ളിച്ചന്റെ 84-ാം പിറന്നാള് നമ്മൾ കാര്യമായിട്ട് സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ആഘോഷം നേച്ചറിന് ഒരു ഡിസ്റ്റർബൻസ് ആവാതിരിക്കാൻ വേണ്ടി ചില ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിരുന്നു. ടിഷ്യൂ പേപ്പർ ഒഴിവാക്കി വരുന്ന ഗസ്റ്റിന്റെ അത്രയും എണ്ണം കണക്കിലെടുത്ത് കുറച്ചധികം കൂടെ തുണിയുടെ ഹാൻഡ് കർച്ചീഫ് നമ്മൾ കരുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഡെക്കറേഷന് വേണ്ടി തുണിയിൽ തന്നെ ഉണ്ടാക്കിയ ഫ്ലവേഴ്സ് ആണ് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. മാറ്റങ്ങളെല്ലാം കൂടെ ഒറ്റ തവണ ഒരുമിച്ച് കൊണ്ടുവരാൻ പറ്റുമെന്ന് അറിയില്ല, എന്നാലും നമ്മളൊന്ന് ശ്രമിക്കുകയാണ്. പുളിയുടെ ഉണക്കക്കൊമ്പും മുളയോണ്ടുണ്ടാക്കിയ ഈ കൊട്ടയാണ് നമ്മൾ കയറി വരുന്ന സ്ഥലത്ത് ഡെക്കറേഷൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഫെബിനോറയിലെ ഫെബിത്തയുടെ സജഷൻ ആയിരുന്നു ഈ ഒരു ഹെൽത്തി കേക്ക്. പിന്നെ പോപ്പറിനകത്ത് നമ്മൾ നമ്മുടെ ചുറ്റുവട്ടത്ത് നിന്ന് കളക്ട് ചെയ്യുന്ന ഇലകളാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്തും നമ്മൾ അധികം നേച്ചറിന് ഉപദ്രവിക്കാത്ത രീതിയിലുള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് ഫെബിനോറയിലെ ഫെബിത്ത. ടീച്ചറായിട്ട് വർക്ക് ചെയ്തിരുന്ന പുള്ളിക്കാരി ഇവന്റ് മാനേജ്മെന്റിനോടുള്ള ഇഷ്ടം കാരണം എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഇവന്റ് മാനേജ്മെന്റ് സ്റ്റാർട്ട് ചെയ്തതാണ് ഫെബിനോറ. ഇത് ഏറ്റവും വലിയൊരു കാര്യമായിട്ടൊന്നുമല്ല, പക്ഷെ എന്നാലും ചുറ്റും പ്രകൃതി നേരിടുന്ന പല പ്രശ്നങ്ങളും കാണുമ്പോൾ നമ്മുടെ സന്തോഷങ്ങളൊപ്പം സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ അത് നേച്ചറിന് അധികം